നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. നിധിയായി ലഭിച്ച സ്വർണം നൽകാമെന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘം ചാലക്കുടി പുഴയിൽ ചാടി രക്ഷപ്പെട്ടു. നടത്തറ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു. നടത്തറ ഐക്യനഗർ സ്വദേശി 48 വയസ്സുള്ള സതീഷാണ് കൊല്ലപ്പെട്ടത്. കേരള ഫീഡ് സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രതിഷേധ ധർണ നടത്തി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ഗുരുപൂർണിമ ദിനം ആഘോഷിച്ചു. വിശദമായി വാർത്തകളിലേക്ക്. നിധിയായി ലഭിച്ച സ്വർണം നൽകാമെന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘം ചാലക്കുടി പുഴയിൽ ചാടി രക്ഷപ്പെട്ടു. 7 ലക്ഷത്തോളം രൂപ വില വരുന്ന നിധി കിട്ടിയ സ്വർണം വാങ്ങാനായി എത്തിയ കോഴിക്കോട് നാദാപുരം സ്വദേശികളുടെ 4 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. 7 ലക്ഷം രൂപയുടെ സ്വർണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് കോഴിക്കോട് സ്വദേശികളുടെ പണം തട്ടിയെടുത്തിരിക്കുന്നത്. ചാലക്കുടി പുഴയുടെ കുറുകെയുള്ള റെയിൽവേ പാലത്തിലൂടെ നടന്നു പോവുകയായിരുന്ന 4 പേർ പുഴയിലേക്ക് തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെ ചാടിയതായുള്ള തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചാലക്കുടി ഫയർഫോഴ്സും പുതുക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്കൂബ ടീം മണിക്കൂറുകൾ ചാലക്കുടി പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു തെളിവും ലഭിച്ചില്ല. കോഴിക്കോട് നാദാപുരം സ്വദേശികൾ നിധി കിട്ടിയ 7 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങാൻ വന്നവരുടെ കൂടെ 3 പേർ തൃശൂരിൽ അവർ വന്ന കാറിൽ കയറിയതായും പേരാമ്പ്രയിൽ വെച്ച് സ്വർണം നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ചാലക്കുടിയിലെത്തി തരാമെന്ന് പറയുകയും ചാലക്കുടിയിലെത്തിയപ്പോൾ സംഘം അഡ്വാൻസ് തരാതെ സ്വർണം നൽകില്ലെന്ന നിലപാട് സ്വീകരിച്ചതോടെ 4 ലക്ഷം രൂപ അഡ്വാൻസ് നൽകി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയായിരുന്നു. സ്വർണം വാങ്ങാൻ എത്തിയവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്വർണ്ണ പണിക്കാരൻ ഇത് മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും 4 പേർ പണമടങ്ങിയ ബാഗുമായി റെയിൽവേ ട്രാക്കിലൂടെ ഓടുകയായിരുന്നു. ഇതിനിടയിൽ ട്രെയിൻ വന്നതോടെ 4 പേരും പുഴയിൽ ചാടുകയായിരുന്നു. പുഴയിലേക്ക് 4 പേർ ചാടുന്നത് കണ്ട ലോക്കോ പൈലറ്റ് ഇക്കാര്യം റെയിൽവേ പോലീസിനെ അറിയിക്കുകയും അവർ ചാലക്കുടി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും കൂടി പുലർച്ചെയും ചാലക്കുടി പുഴയിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു. പുഴയിൽ ചാടിയവരെന്ന് സംശയിക്കുന്ന 4 പേർ മുരിങ്ങൂർ ഡിവൈൻ നഗർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്തി പുലർച്ചെ 3:30 ഓട്ടം പോകാൻ ആവശ്യപ്പെട്ടതായും വന്നവരിൽ ചിലർക്ക് പരിക്ക് കണ്ടതിനെ തുടർന്ന് 4 പേരെയും കൊരട്ടി ജംഗ്ഷനിൽ എത്തിച്ചതായും അവിടെ നിന്ന് വേറെ ഓട്ടോറിക്ഷയിൽ അങ്കമാലി ഭാഗത്തേക്ക് പോയതായി മുരിങ്ങൂർ ഡിവൈൻ നഗർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവർ ജിജി പോലീസിനോട് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിൽ പരിക്കേറ്റവരിൽ ഒരാൾ പെരുമ്പാവൂർ ആശുപത്രിയിൽ ചികിത്സ തേടിയതായുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം പെരുമ്പാവൂർ ആശുപത്രിയിൽ കാവലേർപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റു 3 പേരെ കണ്ടെത്തുവാൻ പോലീസ് സംസ്ഥാന വ്യാപകമായി അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. പ്രതികൾ കേരളത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകളും പോലീസ് സ്വീകരിച്ചതായി പറയുന്നു. ചാലക്കുടി SHO സജീവന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നടത്തറ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു. നടത്തറ ഐക്യനഗർ സ്വദേശി സതീഷാണ് കൊല്ലപ്പെട്ടത്. 48 വയസ്സായിരുന്നു. 3 അംഗ സംഘമാണ് സതീഷിനെ കൊലപ്പെടുത്തിയത്. 3 പ്രതികളും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി 11:30ഓടെയാണ് സംഭവം. പൂച്ചട്ടി ഗ്രൌണ്ടിനു സമീപം റോഡിലാണ് സതീഷ് വെട്ടേറ്റ് കിടന്നിരുന്നത്. അപകടമാണെന്ന് കരുതി നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലെത്തിച്ചു. തുടർന്നാണ് വടിവാൾ കൊണ്ട് വെട്ടേറ്റതാണെന്ന് തിരിച്ചറിഞ്ഞത്. പ്രതികളും സതീഷും സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ച് നടന്ന ബർത്ത്ഡേ പാർട്ടിക്കിടെ തർക്കമുണ്ടാവുകയും തുടർന്ന് ഗ്രൌണ്ടിന് സമീപമെത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. മലങ്കര വർഗീസ്, ഗുണ്ടാ നേതാവ് ചാപ്ലി ബിജു എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട സതീഷ്. 3 പ്രതികളെയും പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തും. കേരള ഫീഡ് സംരക്ഷിക്കുക, കയറ്റിറക്ക തൊഴിലാളികളുടെ തൊഴിൽ ഉറപ്പുവരുത്തുക, കയറ്റിറക്ക തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വേതന പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും എത്രയും പെട്ടെന്ന് പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഫീഡ് സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രതിഷേധ ധർണ നടത്തി. കമ്പനി പരിസരത്ത് നടത്തിയ ധർണ ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി പി ശ്രീകുമാരൻ ഉദ്ഘാടനം ചെയ്തു. PD ഷാജു അധ്യക്ഷത വഹിച്ചു. KC ജ്യോതിഷ്, AITUC തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KK ശിവൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്,
BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ്, AJ ജോസഫ്, പുഷ്പാങ്കദൻ എന്നിവർ സംസാരിച്ചു. ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചു കിട്ടണം എന്ന് പറയുമ്പോൾ മുൻപ് കിട്ടിയിരുന്ന വേതനം കുറച്ചതുകൊണ്ടാണ് വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത്. മുൻപ് കിട്ടിയിരുന്ന വേതനം കുറഞ്ഞു വരുന്നു. ഇതൊരു കേരള ഫീഡ്സിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലയിൽ പ്രത്യേകിച്ചും ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ കാലിത്തീറ്റ പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ രാജ്യത്തെ ക്ഷീര കർഷകർക്ക് ഗുണമേന്മയുള്ള കാലിത്തീറ്റ ലഭിക്കുന്നതിനും ആവശ്യാനുസരണം സബ്സിഡി നൽകി പൊതുമാർക്കറ്റിലെ വില നിയന്ത്രിക്കാനും ഈ വക ലക്ഷ്യത്തോടു കൂടിയാണ് കേരള സർക്കാർ അന്നൊരു. നേപ്പാളിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഇൻഡോ നേപ്പാൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വിജയം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ ആളൂർ SNVHSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനാമിക KSന് സ്കൂളിൽ സ്വീകരണം നൽകി. പ്രധാന അധ്യാപിക TS സരിത മാലയും ബൊക്കയും നൽകി സ്കൂളിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ സ്കൂൾ മാനേജർ EM ശ്രീനിവാസൻ മെമന്റോ നൽകുകയും വാർഡ് മെമ്പർ ജിഷ ബാബു പൊന്നാടയണിയിക്കുകയും ചെയ്തു. ചടങ്ങിൽ PTA വൈസ് പ്രസിഡന്റ് ബീന ഡേവിസ്, VHSC പ്രിൻസിപ്പൽ സുമ, കായിക അധ്യാപകൻ KR സബീഷ്, കോച്ച് രാഹുൽ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ESC ജോയ് നന്ദി അറിയിച്ചു. വിദ്യാർത്ഥിനിയാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട അഭിമാന നിമിഷം എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. നമ്മൾ ഇവിടെ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ സ്കൂൾ തലത്തിലായാലും ജില്ലാ തലത്തില് ദേശീയ തലത്തിലെല്ലാം നമ്മൾ പല പല ശരിക്കും അഭിമാനം തന്നെയാണ് ഈ നിമിഷം ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നതിൽ തന്നെ. കാരണം നമ്മുടെ ഈ വിദ്യാലയം ഇന്ത്യയിലും അവിടെ നിന്ന് പുറത്തും ഈ സ്കൂളിന്റെ പേര് എടുത്തുയർത്തി യശസ് ഉയർത്തി ശരിക്കും ഒരു ഹിമാലയത്തോളം തന്നെ ഉയർന്നു നിൽക്കുന്നൊരു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കൊടകര വട്ടേക്കാട് പകൽ വീട്ടിൽ വയോജനങ്ങൾക്കായി കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗം സജിനി സന്തോഷ്, സുബ്രഹ്മണ്യൻ, ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാവരും ഞാൻ ഓർക്കാണ്. അപ്പോൾ ഈ ആയുർവേദ കർക്കിടക കഞ്ഞി എല്ലാവരും വെച്ച് കഴിക്കുന്ന ആളുകളാണല്ലേ. പരമാവധിയൊക്കെ മുൻകാലങ്ങളിലൊക്കെ സ്വയം ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളാണ്. ഇപ്പൊ നമ്മുടെ ജീവിതശൈലിയൊക്കെ ഒരുപാട് മാറി അല്ലേ. കാലാവസ്ഥ മാറി. മാർച്ച് മാസം എന്താ പറയാ പറ്റില്ല. ഇന്നലെ വരെ നല്ല മഴയായിരുന്നു. ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2024-27 ലിറ്റിൽ കൈറ്റ് ബാച്ചിന്റെ പ്രിലിമിനറി ക്യാമ്പിന് തുടക്കമായി. പ്രധാന അധ്യാപിക ജൂലിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. RP-ആയ വിനോദ് ക്യാമ്പിന് നേതൃത്വം നൽകി. കുട്ടികളെ ആകർഷിക്കുന്ന ഗെയിമുകൾ, പ്രോഗ്രാം ആനിമേഷൻ, റോബോട്ടിക്സ് എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്ക് നൽകിയത്. തുടർന്ന് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെ പെയ്ത കാറ്റിലും മഴയിലും കൊടകര മറ്റത്തൂർ പഞ്ചായത്തുകളിൽ വ്യാപക നാശനഷ്ടം. വാസുപുരത്ത് 2 വൈദ്യുതി കാലുകൾ കാറ്റിലും ഒരെണ്ണം മരം വീണും ഒടിഞ്ഞു. വൈദ്യുതി ബന്ധം തകരാറിലായി. രാത്രി വൈകിയാണ് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനായത്. കൊടകര കനകമരയിൽ പേരാമ്പ്രത്ത് കോതയുടെ വീടിന് മുകളിൽ തെങ്ങു വീണു. കൂടാതെ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ഗുരുപൂർണിമ ദിനം ആഘോഷിച്ചു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയും കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടറുമായ MV വിനോദ് അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ ജില്ലാ വിഭാഗ സംഘചാലക് KG അച്യുതൻ മാസ്റ്റർ ഗുരുസ്ഥാനം അലങ്കരിച്ച് ഗുരുപൂജ സന്ദേശം നൽകി. വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, മാനേജർ C രാഗേഷ്, വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, വിദ്യാലയ സമിതി പ്രസിഡന്റ് TC തിലകൻ എന്നിവർ സംസാരിച്ചു. അതിനാണ് ഈ ചടങ്ങ് നമ്മൾ നടത്തുന്നത്. സർവ ദുരിതോപശാന്ത്യർത്ഥം
എല്ലാ ദുരിതങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുമാറി പോകുന്നു. ചെയ്ത പോലെ ഒറ്റക്കാലിൽ അങ്ങനെ നിൽക്കും. അപ്പോ അതിനെ ശ്രദ്ധിച്ചു നോക്കണം. നമ്മൾ അതിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്താണ് അതിന്റെ ഇര, നേരത്തെ കാക്കയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. മുൻപിൽ പന്തല്ലൂർ ജനതാ UP സ്കൂളിൽ ചാന്ദ്രദിനം വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ ആഘോഷിച്ചു. ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയതിന്റെ ഓർമ്മയായാണ് ദിനാചരണം നടത്തുന്നത്. ചാന്ദ്രദിന കവിതകൾ, പ്രസംഗങ്ങൾ എന്നിവ സ്കൂൾ അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. കൂടാതെ കുട്ടികൾ നിർമ്മിച്ച പോസ്റ്ററുകളും ചുമർ പത്രികകളും സ്കൂളിൽ പ്രദർശിപ്പിച്ചു. പ്രധാന അധ്യാപിക NS അനില പരിപാടികൾക്ക് നേതൃത്വം നൽകി. കരുവന്നൂർ പുത്തൻതോട് വീട്ടിൽ കയറി ഗുണ്ട ആക്രമണം, പിഞ്ചു കുഞ്ഞിനടക്കം പരിക്കേറ്റു. കരുവന്നൂർ പുത്തൻതോട് ഷാപ്പിന് സമീപമാണ് വീട്ടിൽ കയറി വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണം നടത്തിയത്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കുട്ടാട്ടിൽ വീട്ടിൽ സൗമേഷ് എന്നയാളുടെ വീട്ടിലാണ് പ്രദേശത്തെ തന്നെ നിരവധി കേസുകളിൽ പ്രതിയായ അനൂപ് എന്നുപേരുള്ള അക്കുടു എന്നറിയപ്പെടുന്ന യുവാവ് ആക്രമണം നടത്തിയത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ലഹരിയിൽ വടിവാളുമായി വീട്ടിലെത്തിയ ഇയാൾ സൗമേഷിനെയും ഭാര്യ അഞ്ജനെയും അമ്മ ഓമനയെയും മകൾ 6 വയസ്സുകാരി പ്രാർത്ഥനയെയും ആക്രമിക്കുകയായിരുന്നു. വീട്ടിലെ പല വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയുകയും ചെയ്തു. പരിക്കേറ്റ ഇവർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇരിങ്ങാലക്കുട പോലീസും സ്ഥലത്തെത്തി പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുൻപും നിരവധി തവണ ഇയാളിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പോലീസിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായിട്ടില്ലെന്നും വീട്ടുകാർ പറയുന്നു. സംഭവം നടക്കുന്നതിന് സമീപത്താണ് മാസങ്ങൾക്ക് മുൻപ് ഗുണ്ടാ സംഘങ്ങൾ ചേരിതിരിഞ്ഞ് നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് കുത്തേൽക്കുകയും ചെയ്തത്. പ്രദേശത്ത് ഗുണ്ടാലഹരി മാഫിയയുടെ ശല്യം അധികരിച്ചു വരികയാണെന്നും പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്നാള് ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ട് ഓരോ വീട്ടിൽ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കല്, വീട്ടിൽ കയറി ഓരോ സാധനങ്ങൾ തല്ലി നടത്തല് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്ന് വന്നിട്ട് എൻ്റെ തലയിലിട്ട് അടിച്ചു പൊട്ടിച്ചു, അമ്മയുടെ തലയിലടിച്ചു, ക്രാവിൻ്റെ കൈമതേ കോറിയിട്ടുണ്ട്. എല്ലാം കുറെ നാളെ ഇതായിട്ട് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6770 രൂപ, പവന് 54,160 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിധിയായി ലഭിച്ച സ്വർണം നൽകാമെന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘം ചാലക്കുടി പുഴയിൽ ചാടി രക്ഷപ്പെട്ടു. നടത്തറ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു. നടത്തറ ഐക്യനഗർ സ്വദേശി 48 വയസ്സുള്ള സതീഷാണ് കൊല്ലപ്പെട്ടത്. കേരള ഫീഡ് സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രതിഷേധ ധർണ നടത്തി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ഗുരുപൂർണിമ ദിനം ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.